ഞാൻ ചോദിക്കുന്നത്, നിയമനം കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ നടക്കുന്നതെങ്കിൽ എന്തുകൊണ്ട് തൊഴിലില്ലായ്മയിൽ കേരളം ഒന്നാം സ്ഥാനത്തെത്തി? ഈ ഗവൺമെന്റ് പറയുന്നത് കേരളത്തിൽ ആണ് ഏറ്റവും കൂടുതൽ നിയമനങ്ങൾ നടക്കുന്നതെന്നുള്ള ഒരു കള്ളപ്രചരണമാണ് ഗവൺമെന്റിന്റെ നോമിനികളായിട്ടുള്ള ആളുകൾ ചാനൽ ചർച്ചകളിലൂടെ വന്നിരുന്ന് തട്ടിവിടുന്നത്. ഞങ്ങളുടെ വീടുകളിലിരിക്കുന്ന ഞങ്ങളുടെ അമ്മമാർ അവരെ ഇവിടെ വന്നിരിക്കുന്ന കാണുമ്പോൾ ഞങ്ങൾക്ക് അതിയായ ദുഃഖവും സങ്കടവുമുണ്ട്. എന്നെപ്പോലെയുള്ള പാവങ്ങൾക്ക്, ഞങ്ങളൊക്കെ നിങ്ങൾ കണ്ടില്ലേ, കൂലിപ്പണിയെടുത്ത് കഷ്ടപ്പെട്ട് പഠിക്കുന്നത് ഞങ്ങളാണ്. ഞങ്ങൾക്കൊക്കെ പരിക്കും അതും ഇതുമൊക്കെ പറ്റി ഞങ്ങൾ കഷ്ടപ്പെട്ട് പഠിക്കുന്ന ഉദ്യോഗാർത്ഥികളാണ്. ഞങ്ങളെപ്പോലുള്ള പാവങ്ങൾക്ക് ജോലി കിട്ടുവാൻ വേണ്ടി 4 കേസുകൾ ഇവിടുത്തെ കോടതികളിൽ ഞങ്ങൾ ഫയൽ ചെയ്തിട്ടുണ്ട്. നമസ്കാരം. ഇക്കഴിഞ്ഞ വർഷം കേരളത്തിൻ്റെ ഭരണസിരാ കേന്ദ്രത്തെ പിടിച്ചുലച്ച ഒരു സമരം CPO റാങ്ക് പട്ടികയിൽ വന്ന 13,000-ൽ പരം ഉദ്യോഗാർത്ഥികൾക്ക് നിയമനം നൽകാത്തതിൽ പ്രതിഷേധിച്ച് സെക്രട്ടേറിയറ്റിന് മുൻപിൽ ഒരു സമരം നടന്നിരുന്നു. മൊട്ടയടിച്ചും പൊരിവെയിലത്ത് ഉരുണ്ടും എന്നിങ്ങനെ നിരവധി സമരമുറകൾ പയറ്റിയെങ്കിലും അവർക്ക് നീതി ലഭിച്ചില്ല. അതായത് അവർക്ക് നിയമനം ലഭിച്ചില്ല. അവരുടെ റാങ്ക് പട്ടികയുടെ കാലാവധി തന്നെ കഴിഞ്ഞു പോകുന്ന സാഹചര്യമുണ്ടായി. ഇപ്പോൾ സമാനമായ രീതിയിൽ ഇവിടെ ആശാവർക്കർമാരുടെ സമരം 18-ാം ദിവസം പിന്നിടുകയാണ്. അതിശക്തമായി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ CPO റാങ്ക് പട്ടികയിലുണ്ടായിരുന്ന ഉദ്യോഗാർത്ഥിയായ വിഷ്ണു, അന്ന് ഈ സമരത്തിന് നേതൃത്വം വഹിച്ച വിഷ്ണുവാണ് ഇപ്പോൾ മറുനാടനൊപ്പം ചേരുന്നത്. വിഷ്ണു, ഈ സമരം കാണുമ്പോൾ ഇപ്പോൾ നിലവിൽ എന്താണ് തോന്നുന്നത്? ഈ സമരം എന്ന് പറയുമ്പോൾ ഞങ്ങളുടെയൊക്കെ വീടുകളിലെ ഞങ്ങളുടെ അമ്മമാരാണ് ഈ സമരത്തിന് മുന്നോട്ട് വരുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് വേണ്ടി, ഞങ്ങളുടെ ജോലിക്ക് വേണ്ടിയിട്ട് ഒരു ആവശ്യം ഉന്നയിച്ചൊരു സമരം നടത്തി. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ അമ്മമാർ അവരുടെ മാന്യമായ വേതനം വെറും 7,000, നിങ്ങൾ ആലോചിച്ചു, കേരളത്തിൽ ഏത് ജോലിക്കാണ് വെറും 7,000 രൂപ ശമ്പളം? ഒരു മിനിമം വേജസ് തന്നെ 850-900 രൂപയാണ്. എന്നിട്ട് ഒരു മാസം വെറും 7,000 രൂപയ്ക്ക് മാത്രമാണ് അവർ ജോലി ചെയ്യുന്നത്. അത് ക്രൂരതയാണ് ഞങ്ങളുടെ അമ്മമാരോട് കാണിക്കുന്നത്. കേരളത്തിൽ ഇന്ന് ഒരു കവർ ഉപ്പിന് വരെ 15 രൂപയാണ്. 1 കിലോ അരിക്ക് ഇന്ന് 54-60 രൂപയാണ്. ഇങ്ങനെ പൊള്ളുന്ന വിലക്കയറ്റം ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഞങ്ങളുടെ അമ്മമാർക്ക് കൊടുക്കുന്ന ആ ഓണറേറിയം, അത് മാന്യമായ അത് വർദ്ധിപ്പിക്കുക. പിന്നെ ഞങ്ങളുടെ അമ്മമാർക്ക് കൊടുക്കുന്ന ഈ പറയുന്ന 7,000 രൂപ എന്നുള്ളത് ഇപ്പം 4 മാസം കൊണ്ട് മുടക്കമാണ്. ആ മുടങ്ങിക്കിടക്കുന്ന തുക എത്രയും വേഗം കൊടുക്കണമെന്നും അതോടൊപ്പം തന്നെ അവരുടെ ഓണറേറിയം വർദ്ധിപ്പിക്കണമെന്നും അതോടൊപ്പം തന്നെ പിരിഞ്ഞു പോകുന്ന ഞങ്ങളുടെ അമ്മമാർക്ക് അവർ അർഹിക്കുന്ന ഒരു തുക, അവരുടെ ജീവിതം അവർ ഈ ആശാ വർക്കേഴ്സായിട്ട് സമർപ്പിച്ചതാണ്. അപ്പോൾ അവർ അർഹിക്കുന്ന ഒരു തുക അവർക്ക് പാരിതോഷികമായി കൊടുക്കണമെന്നുള്ള മാന്യമായ ഏറ്റവും അടിസ്ഥാനപരമായ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഞങ്ങളുടെ അമ്മമാരിവിടെ സമരരംഗത്തുള്ളത്. ആ അമ്മമാരുടെ ആ സമരം ഞങ്ങൾക്ക് കണ്ടില്ലെന്ന് നടിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ അമ്മമാരെ അടുത്തേക്ക് എത്തിയിട്ടുള്ളത്. അതുകൊണ്ടാണ് ഈ ഐക്യദാർഢ്യവുമായി രംഗത്ത് വന്നത്. തീർച്ചയായും അതുകൊണ്ട് തന്നെയാണ് ഐക്യദാർഢ്യവുമായി എത്തിയിരിക്കുന്നത്. ഈ അമ്മമാർ ഈ പൊരി വെയിലത്ത് ഇവിടെ ഇരിക്കുന്ന കാണുമ്പോൾ ഈ സ്റ്റാച്യു ജംഗ്ഷനിലുള്ള ഈ ചൂടും പൊടിയും മറ്റ് ആൾക്കാരുടെ ഈ സമരവും ഒക്കെ കണ്ട് ഈ സ്ത്രീകളായിട്ടുള്ള ഞങ്ങളുടെ വീടുകളിലിരിക്കുന്ന ഞങ്ങളുടെ അമ്മമാർ അവരെ ഇവിടെ വന്നിരിക്കുന്ന കാണുമ്പോൾ ഞങ്ങൾക്ക് അതിയായ ദുഃഖവും സങ്കടവുമുണ്ട്. അപ്പോൾ അത് എത്രയും വേഗം തന്നെ ആ സമരത്തെ ഒത്തുതീർപ്പാക്കുക, അവരുടെ മാന്യമായ ആവശ്യകതകൾ ഈ ഗവൺമെൻറ് അംഗീകരിക്കണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ ഈ ഒരുപാട് ഉദ്യോഗാർത്ഥികൾ ഉണ്ടായിരുന്നു, 10,000-ലധികം ഉദ്യോഗാർത്ഥികൾ, അവരൊക്കെ ഇപ്പോൾ സത്യത്തിൽ എന്താണ് ചെയ്യുന്നത്? ഞങ്ങൾക്ക് ഇതുവരേക്കും നിയമനം കിട്ടിയിട്ടില്ല. കേരളത്തിലെ ഉദ്യോഗാർത്ഥികളുടെ കാര്യം വലിയ കഷ്ടമാണ്. ഈ ഗവൺമെൻറ് പറയുന്നത് കേരളത്തിൽ ആണ് ഏറ്റവും കൂടുതൽ നിയമനങ്ങൾ നടക്കുന്നതെന്നുള്ള ഒരു കള്ളപ്രചരണമാണ് ഗവൺമെൻറ്റിൻ്റെ നോമിനികളായിട്ടുള്ള ആളുകൾ ചാനൽ ചർച്ചകളിലൂടെ വന്നിരുന്ന് തട്ടിവിടുന്നത്. അതൊക്കെ പച്ചക്കള്ളമാണ്. മറ്റുള്ള സംസ്ഥാനങ്ങളിൽ അതാത് ബോർഡുകളാണ് നിയമനം നടത്തുന്നത്. പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് നടത്തുന്നത് ഡിഫൻസ് ബോർഡാണ്. ഇപ്പോൾ കർണാടക ഡിഫൻസ് ബോർഡ്, അതുപോലെ തന്നെ തെലങ്കാന ഡിഫൻസ് ബോർഡ് തുടങ്ങിയ ബോർഡുകളാണ് നിയമനം നടത്തുന്നത്. പക്ഷേ കേരളത്തിൻ്റെ പ്രത്യേക സാഹചര്യത്തിൽ കേരളത്തിൽ PSC ആണ് നിയമനം നടത്തുന്നത്. അപ്പോൾ കഴിഞ്ഞ വർഷം കേരളത്തിലെ PSC നടത്തിയിട്ടുള്ളത് 34,000 ഒഴിവുകളാണെങ്കിൽ രാജസ്ഥാൻ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലെ വിവിധ ബോർഡുകളിലൂടെ 60,000-ഓളം വരുന്ന അല്ലെങ്കിൽ 50,000-ഓളം വരുന്ന ആളുകൾക്ക് ജോലി കൊടുത്തിട്ടുണ്ട്. കർണാടക, തെലങ്കാന, രാജസ്ഥാൻ തുടങ്ങിയ സംസ്ഥാനങ്ങളിലൊക്കെ നിയമനം ഉണ്ട്. അത് പൂർണ്ണമായും നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ അല്ലെങ്കിൽ പോലും, പക്ഷേ കേരളത്തെക്കാളും ഗവൺമെൻറ് ഉദ്യോഗാർത്ഥികൾക്ക് നിയമനം ആ സംസ്ഥാനങ്ങൾ കൊടുക്കുന്നുണ്ടെന്നുള്ള സത്യം മറച്ചു വെച്ചുകൊണ്ട് ചാനലുകളിൽ വന്നിരുന്ന് കള്ളപ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ ഭരണാധികാരികളുടെ അവരുടെ വക്താക്കളായിട്ടുള്ള ആളുകൾ. അത് തീർത്തും തെറ്റാണ്. കേരളത്തിലെ യുവാക്കൾ തൊഴിലില്ലായ്മയിൽ തന്നെ കേരളം ഇപ്പോൾ മുന്നിലേക്ക് വന്നിരിക്കുകയാണ്. ഇന്ത്യൻ സംസ്ഥാനങ്ങൾ തൊഴിലില്ലായ്മയിൽ കേരളം മുന്നിലേക്ക് വന്നിരിക്കുകയാണ്.
ഞാൻ ചോദിക്കുന്നത്, നിയമനം കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ നടക്കുന്നതെങ്കിൽ എന്തുകൊണ്ട് തൊഴിലില്ലായ്മയിൽ കേരളം 1-ാം സ്ഥാനത്തെത്തി എന്നാണ് എനിക്ക് ഇവരോട് ചോദിക്കാനുള്ളത്. ഈ സമരം ചെയ്തവരൊക്കെ അല്ല, ഈ കേസ് ഇപ്പോൾ എവിടെ എത്തി നിൽക്കുകയാണ്? നിങ്ങൾ ഹൈക്കോടതിയിൽ കൊടുത്തിരിക്കുകയാണ്? അല്ല, ഞങ്ങൾ വിവിധ കേസുകൾ കൊടുത്തിട്ടുണ്ട്. CPO റാങ്ക് ലിസ്റ്റുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ സുപ്രീം കോടതിയിൽ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കഴിഞ്ഞ യൂണിവേഴ്സിറ്റി LGSുമായി ബന്ധപ്പെട്ട ഒരു നിയമനം ഇവിടെ നടന്നു. ആ യൂണിവേഴ്സിറ്റി LGSുമായി ബന്ധപ്പെട്ട് നടന്ന നിയമനത്തിൽ പരീക്ഷ നടത്തി റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധപ്പെടുത്തിയെങ്കിലും അവർ നിയമനം കൊടുക്കാൻ തയ്യാറായില്ല. അവർ പിന്നെ നോട്ടിഫിക്കേഷനിൽ ചെറിയ നിയമപ്രശ്നമുണ്ടെന്ന് പറഞ്ഞ് ജനങ്ങളെ കബളിപ്പിച്ചുകൊണ്ട് അവർ ആ റാങ്ക് ലിസ്റ്റ് റദ്ദ് ചെയ്യുകയാണ് ചെയ്തത്. നേരെ ചൊവ്വേ ഒരു നോട്ടിഫിക്കേഷൻ ഇറക്കി മാന്യമായി പരീക്ഷ നടത്തിയ ഉദ്യോഗാർത്ഥികൾക്ക് ജോലി കൊടുക്കാൻ ഇവിടുത്തെ PSCയെ കൊണ്ട് സാധിച്ചിട്ടില്ല. അത് കാരണം മറ്റൊന്നുമല്ല, കേരളത്തിലെ 13 സർവകലാശാലകളിലുള്ള ലാസ്റ്റ് ഗ്രേഡ് തസ്തികകളുടെ നിയമനം PSCക്ക് വിട്ടത് 2016 മുതലാണ്. അതിനുശേഷമുള്ള മുഴുവൻ ലാസ്റ്റ് ഗ്രേഡ് നിയമനങ്ങളും PSC വഴിയെ നടത്താവുന്നിരിക്കെ ഇവിടുത്തെ PSCയുടെയും ഇവിടുത്തെ സർവകലാശാലകൾ താൽക്കാലികമായി പണിയെടുക്കുന്ന താൽക്കാലികക്കാരുടെയും ഒത്താശയോടുകൂടി നിയമനത്തിൽ പിന്നെ നോട്ടിഫിക്കേഷനിൽ പിഴവ് വരുത്തിക്കൊണ്ട് കോടതിയിൽ ബോധപൂർവം കേസ് പരാജയപ്പെട്ടു കൊടുക്കുകയാണ് ചെയ്തത്. അതിനെതിരെ നമ്മൾ വലിയ രീതിയിലുള്ള നിയമ പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കുസാറ്റിൽ മാത്രം 135 ആളുകൾ പിൻവാതിൽ വഴി ലാസ്റ്റ് ഗ്രേഡ് തസ്തികയിൽ ജോലി ചെയ്യുന്നുണ്ട്. അവരെ ഉൾപ്പെടെ ഇറക്കി വിട്ടതിന് ശേഷം ഇവിടെ കഷ്ടപ്പെടുന്ന പാവപ്പെട്ട് പഠിക്കുന്ന എന്നെ പോലെയുള്ള പാവങ്ങൾക്ക്, ഞങ്ങളൊക്കെ നിങ്ങൾ കണ്ടില്ലേ, കൂലിപ്പണിയെടുത്ത് കഷ്ടപ്പെട്ട് പഠിക്കുന്നത് ഞങ്ങളാണ്. ഞങ്ങൾക്കൊക്കെ പരിക്കും അതും ഇതുമൊക്കെ പറ്റി ഞങ്ങൾ കഷ്ടപ്പെട്ട് പഠിക്കുന്ന ഉദ്യോഗാർത്ഥികളാണ്. ആ ഞങ്ങളെപ്പോലുള്ള പാവങ്ങൾക്ക് ജോലി കിട്ടുവാൻ വേണ്ടി 4 കേസുകൾ ഇവിടുത്തെ കോടതികളിൽ ഞങ്ങൾ ഫയൽ ചെയ്തിട്ടുണ്ട്. ഇത് ഞങ്ങൾ കൂലിപ്പണിയെടുത്ത് കിട്ടുന്ന പൈസയാണ്. അപ്പോൾ ഈ ന്യൂസ് കാണുന്ന ആളുകൾ, പൊതുജനങ്ങളായിട്ടുള്ള ആളുകൾ, ഈ ഗവൺമെൻറ്റിൻ്റെയും ഗവൺമെൻറ്റിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന പിന്നെ സർക്കാർ സംവിധാനങ്ങളുടെയും നടപടിയെക്കുറിച്ച് ഈ അമ്മമാരുൾപ്പെടെയുള്ള ഇത് കാണുന്ന ആളുകൾ വിലയിരുത്തണമെന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും ഈ CPO റാങ്ക് പട്ടികയിൽ വന്ന ഉദ്യോഗാർത്ഥികളുടെ ഒരു ജീവിത സമരമായിരുന്നു അത്. കേരളത്തെ പിടിച്ചുലച്ച ഒരു സമരമായിരുന്നു അത്. മണ്ണ് വാരി തിന്നും അവർ അത്തരത്തിലുള്ള റീത്ത് വെച്ചും നെഞ്ചത്ത് റീത്ത് വെച്ചുമുള്ള സമരമെല്ലാം അവർ നടത്തിയിരുന്നു. നമുക്ക് പുറകിൽ കാണുവാൻ സാധിക്കും, ഈ ഒരു കാക്കിയിട്ട ഈ ഒരു പോലീസ് ഉദ്യോഗസ്ഥരെ പോലെ നിൽക്കേണ്ട ആൾക്കാരായിരുന്നു ഇത്തരത്തിലുള്ള വിഷ്ണുവിനെ പോലെയുള്ള ആൾക്കാർ. അവരിപ്പോൾ തെരുവിലാണ്. പലരും പല കൂലിപ്പണിയും ചെയ്ത് ജീവിച്ചു കൊണ്ടിരിക്കുകയാണ്. അവരുടെ ഒരു സ്വപ്നമായിരുന്നു ഈ ഒരു കാക്കി യൂണിഫോം അണിയുക എന്നത്. എന്നാൽ അതിന് ഭംഗം വരുത്തുന്ന രീതിയിലാണ് നമ്മുടെ ഭരണകൂടവും പെരുമാറിയിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ സമാനമായ രീതിയിൽ ആശാ വർക്കർമാരും അവരുടെ ജീവിതത്തിനായി ജീവിത സമരം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.